ഇന്നത്തെ ഗണിത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ 8ാമത്തെ ചാപ്റ്ററിലെ 7ാമത്തെ വീഡിയോയിലേക്കാണ് പോകുന്നത്. പ്രോപ്പർട്ടീസ് ഓഫ് ക്വാഡ്രിലാറ്ററൽസ് ഹൂസ് സൈഡ്സ് ടച്ചിങ് എ സർക്കിൾ. അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക്. അതായത് ഒരു സർക്കിളിനെ സൈഡ്സ് ടച്ച് ചെയ്യുന്ന എല്ലാ 4 സൈഡ്സും ടച്ച് ചെയ്യുന്ന സർക്കിളിൻ്റെ ക്വാഡ്രിലാറ്ററിൻ്റെ പ്രോപ്പർട്ടീസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നേരത്തെ നമ്മൾ സൈക്ലിക് ക്വാഡ്രിലാറ്റർ എന്താണെന്ന് പറഞ്ഞിരുന്നത്, അതായത് ഒരു ക്വാഡ്രിലാറ്ററിന്റെ 4 വെർട്ടീസിലൂടെ സർക്കിൾ വരയ്ക്കാമെങ്കിൽ ആ ക്വാഡ്രിലാറ്ററിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സം കണ്ടുപിടിക്കുക എന്നാണ് അവിടെ പറഞ്ഞത്. ഇവിടെ സൈഡ്സിന്റെ പ്രോപ്പർട്ടിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതായത് ഇതുപോലെ ഒരു സർക്കിള്, ആ സർക്കിളിനെ ടച്ച് ചെയ്യുന്ന രീതിയിൽ 4 സൈഡ്സ്, അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഈ ക്വാഡ്രിലാറ്ററിന്റെ ഇൻ സർക്കിൾ, ഇങ്ങനെ ഇൻ സർക്കിൾ വരയ്ക്കാവുന്ന ക്വാഡ്രിലാറ്ററിന്റെ പ്രത്യേകതയാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പൊ നോക്കിയേ, കൺസിഡർ ദി ക്വാഡ്രിലാറ്ററൽ എ ബി സി ഡി. അതിന്റെ സൈഡ്സ് എ ബി എന്ന സൈഡ് പിയിലും ബി സി എന്ന സൈഡ് ക്യൂയിലും ഡി സി എന്ന സൈഡ് ആറിലും എ ഡി എന്ന സൈഡ് എസിലും ടച്ച് ചെയ്തിരിക്കുന്നു. ഓക്കെ, അപ്പൊ നോക്കിക്കേ, എ പി എന്ന് പറയുന്ന ലെങ്തും എ എസ് എന്ന് പറയുന്ന ലെങ്തും ഈക്വൽ ആണെന്ന് നമുക്കറിയാം. കാരണം ഇതൊരു ടാൻജന്റ് ആണ്. എ പി എന്ന് പറയുന്നത് എയിൽ നിന്ന് സർക്കിളിലേക്കുള്ള ടാൻജന്റ് ആണ്. എയിൽ നിന്ന് സർക്കിളിലേക്കുള്ള മറ്റൊരു ടാൻജന്റ് ആണ് എ എസ്. അപ്പൊ എ പി ഈക്വൽ ടു എ എസ്. അപ്പോൾ ആ ലെങ്ത് ഞാൻ എ എന്ന് എടുക്കുക വിചാരിക്കുക. അപ്പൊ ഇത് എ ആയാൽ ഇത് എ. ഇനി ബി പി ഈക്വൽ ടു ബി ക്യു ആണ്. കാരണം ഇതും ലെങ്ത് ഓഫ് ദി ടാൻജന്റ് ഈക്വൽ ആണ്. ആ ബി എന്ന പോയിന്റിൽ സർക്കിളിലേക്കുള്ള ടാൻജന്റ്. അപ്പോൾ ബി പിയും ബി ക്യൂവും അതിന് ഞാൻ ബി എന്ന് എടുക്കുക എന്ന് വിചാരിക്കുക. അപ്പൊ അത് ബി. അതുപോലെ സി ക്യൂവും സി ആറും, സി എന്ന പോയിന്റിൽ നിന്ന് സർക്കിളിലേക്കുള്ള ടാൻജന്റ്, അത് സി എന്ന് എടുത്തു. ഡി ആറും ഡി എസും അതും സർക്കിളിലേക്കുള്ള ടാൻജന്റ്, ഡി എന്ന പോയിന്റിൽ നിന്ന് സർക്കിളിലേക്കുള്ള ടാൻജന്റ്. അങ്ങനെ ലെങ്ത് ഓഫ് ദി ടാൻജൻസ് ഡ്രോൺ ഫ്രം എ പോയിന്റ് സർക്കിൾ ആർ ഈക്വൽ. അതാണ് ഈ 4 റീസൺ. അപ്പൊ ഇത് 2 ഈക്വൽ, ഇത് 2 ഈക്വൽ, ഇത് 2 ഈക്വൽ, ഇത് 2 ഈക്വൽ. ഇനി ഇതിന്റെ സം ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. എ ബി പ്ലസ് സി ഡി. കണ്ടോ, എ ബി എന്നുള്ള എ പ്ലസ് ബി സി പ്ലസ് ഡി, എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡി ആയിരിക്കും. അതായത് എ ബി എന്ന സൈഡും സി ഡി എന്ന സൈഡും കൂടി കൂട്ടിയാൽ എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡി ആണ്. അതുപോലെ എ ഡി എന്ന സൈഡും സി ബി എന്ന സൈഡും കൂട്ടിയാലോ ബി പ്ലസ് സി പ്ലസ് ഡി പ്ലസ് എ എന്ന് വരും. കേട്ടോ, എ ബി സിയും എ ഡിയും കൂട്ടിയാൽ ബി പ്ലസ് സി പ്ലസ് ഡി പ്ലസ് എ. അത് ഓർഡറിൽ എഴുതിയാൽ എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡി. അപ്പൊ ഇത് രണ്ടും സെയിം അല്ലേ നോക്കി. എ ബി പ്ലസ് സി ഡിയും എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡി, ബി സി പ്ലസ് എ ഡിയും എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡി. അപ്പൊ രണ്ടും എന്താണ്, ഈക്വൽ ആയിരിക്കും. അതായത് എ ബി എന്ന ലെങ്തും സി ഡി എന്ന ലെങ്തും കൂട്ടുന്നത് തന്നെയാണ് എ ഡി എന്ന ലെങ്തും ബി സി എന്ന ലെങ്തും കൂട്ടുന്നത്. ക്ലിയർ ആയോ പറഞ്ഞത്? അപ്പോ സം ഓഫ് ദി സർക്കിൾ, ഇഫ് എ സർക്കിൾ ക്യാൻ ബി ഡ്രോൺ ടു ടച്ച് all sides of a quadrilateral, sum of the lengths of opposite sides will be equal. അതിന്റെ ഓപ്പോസിറ്റ് സൈഡ്സിന്റെ ലെങ്ത് സം ഈക്വൽ ആകും. എങ്ങനെയാണെങ്കിൽ ഇൻ സർക്കിൾ വരയ്ക്കാവുന്ന ക്വാഡ്രിലാറ്റർ ആണെങ്കിൽ. അതായത് നേരെ തിരിച്ചു പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ്സിന്റെ സം ഓഫ് ലെങ്ത് ഈക്വൽ ആണെങ്കിൽ 4 സൈഡ്സിനെയും ടച്ച് ചെയ്യുന്ന സർക്കിൾ വരയ്ക്കാം. എല്ലാ ക്വാഡ്രിലാറ്ററിനെയും ഇൻ സർക്കിൾ വരയ്ക്കാൻ പറ്റില്ല. ഇപ്പോൾ റെക്ടാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ കണ്ടോ, ഇത് 2 സൈഡ്സിനെ ടച്ച് ചെയ്യുന്ന വരയ്ക്കാം, 4 സൈഡ്സിനെ ടച്ച് ചെയ്യുന്ന വരയ്ക്കാൻ പറ്റുമോ? അപ്പോൾ എല്ലാ ക്വാഡ്രിലാറ്ററിനെയും 4 സൈഡ്സിനെയും ടച്ച് ചെയ്യുന്ന സർക്കിൾ വരയ്ക്കാൻ പറ്റും. ഇപ്പോൾ പാരലലോഗ്രാം വരയ്ക്കാൻ പറ്റില്ല. അതേസമയം റോംബസ് ആണ് ഈ വരയ്ക്കാം. റോംബസിന്റെ 4 സൈഡ്സിനെയും ടച്ച് ചെയ്യുന്ന സർക്കിൾ വരയ്ക്കാം. സ്ക്വയറിന്റെ 4 സൈഡ്സിനെയും ടച്ച് ചെയ്യുന്ന സർക്കിൾ വരയ്ക്കാം. അതിന്റെ ഓപ്പോസിറ്റ് സൈഡ്സിന്റെ സം ഓഫ് ലെങ്ത് ഈക്വൽ ആയി. ടെക്സ്റ്റ് ബുക്കിലെ ഒരു ചോദ്യമാണ്. ടെക്സ്റ്റ് ബുക്കിലെ 1ാമത്തെ ക്വസ്റ്റ്യൻ. In the figure given, a triangle is formed by 2 perpendicular tangents and a third tangent. അപ്പോൾ ഒരു 2 പെർപെൻഡിക്കുലർ ടാൻജൻസും ഒരു 3ാമതൊരു ടാൻജന്റും കൂടി വരച്ചിട്ടുണ്ട്. അത് 3ഉം കൂടി ചേർന്ന് ഒരു ട്രയാങ്കിൾ ഫോം ചെയ്തിട്ടുണ്ട്. അതിൽ ആദ്യത്തെ പാർട്ട് ഇതാണ്. പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ പി ക്യു ആർ. പി ക്യു ആർ എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെ പെരിമീറ്റർ ഈ 2 ടാൻജന്റിന്റെ പെർപെൻഡിക്കുലർ ടാൻജന്റിന്റെ ലെങ്തിന്റെ സമ്മാണ് പി എ പ്ലസ് പി ബി ആണ്. രണ്ടാമത് പറയേണ്ടത് ഈ പി എയും പി ബി ആ പെർപെൻഡിക്കുലർ ടാൻജൻസിന്റെ ലെങ്ത് റേഡിയസിന് ഈക്വൽ ആണ്. മൂന്നാമത് പറയുന്നത് പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ പി ക്യു ആർ എന്ന് പറയുന്നത് ഡയമീറ്ററിന് ഈക്വൽ ആണ്. ഇത്രയും കാര്യങ്ങളാണ് പറയേണ്ടത്. അപ്പോൾ എല്ലാം വളരെ സിമ്പിളാണ്. ആദ്യത്തെ പാർട്ട് നോക്കാം. കണ്ടോ, ക്യു എ എന്ന് പറയുന്ന ക്യു എന്ന പോയിന്റിൽ സർക്കിളിലേക്കുള്ള ടാൻജന്റ് ആണ്. ക്യു സി എന്ന് പറയുന്നത് ക്യു എന്ന പോയിന്റിൽ സർക്കിളിലേക്കുള്ള ടാൻജന്റ് ആണ്. അപ്പൊ ക്യു എയും ക്യു സിയും ഈക്വൽ ആയിരിക്കും. അതുപോലെ ആർ സിയും ആർ ബിയും ഈക്വൽ ആണ്. കാരണം ലെങ്ത് ഓഫ് ദി ടാൻജൻസ് ഡ്രോൺ ഫ്രം എ പോയിന്റ് സർക്കിൾ ആർ ഈക്വൽ. അതായത് ഒരു പുറത്തുള്ള പോയിന്റിൽ നിന്ന് സർക്കിളിലേക്ക് വരയ്ക്കുന്ന 2 ടാൻജന്റും ഒരേ ലെങ്ത് ആണ്. നമ്മൾ
പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ക്യു എ ക്യു സിക്ക് ഈക്വലാണ്, ആർ സി ആർ ബിക്ക് ഈക്വലാണ്. അപ്പോൾ ട്രയാങ്കിൾ പി ക്യു ആറിന്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? പെരിമീറ്റർ ആണെങ്കിൽ 3 സൈഡും കൂടി ആഡ് ചെയ്യണം. പി ക്യൂവും ക്യു ആറും പി ആറും കൂട്ടുന്നതാണ്. അപ്പോൾ പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ പി ക്യു ആർ എന്ന് പറഞ്ഞാൽ പി ക്യു പ്ലസ് ക്യു ആർ പ്ലസ് പി ആർ. അവിടെ ക്യു ആർ എന്ന് പറയുന്നത് ഞാൻ രണ്ടായി സ്പ്ലിറ്റ് ചെയ്യുന്നു, ക്യു സിയും സി ആറും, ക്യു സിയും സി ആറും. അപ്പോൾ നോക്കിയേ പി ക്യു പ്ലസ് ക്യു സി പ്ലസ് സി ആർ പ്ലസ് പി ആർ, അങ്ങനെ അതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. ഇനി നോക്കുക, ഈ ക്യു സി എന്ന് പറയുന്നത് ക്യു എ ആണ്. അപ്പോൾ ക്യു സിക്ക് വരെ ക്യു എ എഴുതും. ആർ സി എന്ന് പറയുന്നത് ആർ ബി ആണ്. അപ്പോൾ ആർ സിക്ക് വരെ ആർ ബി എഴുതും. അതായത് ക്യു സിക്ക് വരെ ക്യു എ എഴുതി, ആർ സിക്ക് വരെ ആർ ബി എഴുതി. അപ്പോൾ ഈ സൈഡ് ഇപ്പറേറ്റ് വരും, മാറി. അപ്പോൾ നോക്കിയേ പി എ പ്ലസ് പി ക്യു പ്ലസ് ക്യു എ എന്ന് പറഞ്ഞാൽ പി എ വരും, പി ആർ പ്ലസ് ആർ ബി എന്ന് പറഞ്ഞാൽ പി ബി വരും. അപ്പോൾ പി എ പ്ലസ് പി ബി എന്ന് കിട്ടും. ക്ലിയർ ആയ പറഞ്ഞത്? അപ്പോൾ സം ഓഫ് ദി ലെങ്ത് ഓഫ് ദി പെർപെൻഡിക്കുലർ ടാൻജന്റ് എന്ന് പറയുന്നതാണ് ഈ പെരിമീറ്റർ ഓഫ് ദി ട്രയാങ്കിൾ. ക്ലിയർ ആയോ? ഇതിന്റെ സെക്കൻഡ് പാർട്ട് എന്താണ്? റേഡിയസ് ഈക്വൽ ടു ലെങ്ത് ഓഫ് ദി പെർപെൻഡിക്കുലർ ടാൻജന്റ്. അപ്പോൾ ഞാൻ രണ്ട് റേഡിയസ് അങ്ങോട്ട് വരച്ചു. അപ്പോൾ ആംഗിൾ പി 90 ആണ് തന്നിട്ടുണ്ട്. ആംഗിൾ എയോ റേഡിയസിന് പെർപെൻഡിക്കുലർ ആണ്, ആംഗിൾ എ 90 ആണ്. ആംഗിൾ ബിയോ റേഡിയസിന് പെർപെൻഡിക്കുലർ ആണ് ടാൻജന്റ്, അപ്പോൾ ഇതും 90 ആണ്. അപ്പോൾ നാലാമത്തെ ആംഗിൾ എന്തെങ്കിലും വരണം? ഇത് 3 90 ആണ്, പിന്നെ നാലാമത്തെ ആംഗിളും 90 ആയിരിക്കണം. കാരണം 4 ആംഗിളും കൂടി കൂട്ടിയാൽ 360 വരുള്ളൂ. അപ്പോൾ 90 പ്ലസ് 90 പ്ലസ് 90 പ്ലസ് 90 കൂടി വരുമ്പോഴാണ് 360 വരുന്നത്. അപ്പോൾ 4 ആംഗിളും 90 ആയി. അതുപോലെ തന്നെ ഇത് റേഡിയസ് ആണ്, ഇത് റേഡിയസ് ആണ്. അഡ്ജസന്റ് സൈഡ്സ് ഈക്വലും ആയി. അപ്പോൾ 4 ആംഗിൾ 90 അഡ്ജസ്റ്റ് സൈഡ് ഈക്വൽ ആകുമ്പോൾ എന്താവും? ഒരു സ്ക്വയർ ആവും. അപ്പോൾ ഒ ബി ഈക്വൽ ടു ഒ എ ഈക്വൽ ടു ആർ ആണ്. അതുകൊണ്ട് ഒ എ പി ബി, അതായത് 4 ആംഗിൾ 90 റെക്ടാംഗിൾ ആവുള്ളൂ. പക്ഷെ അഡ്ജസന്റ് സൈഡ് ഈക്വൽ ആയതുകൊണ്ട് അതെന്തായി? ഒരു സ്ക്വയർ ആയി. ഒ എ പി ബി ഇസ് എ സ്ക്വയർ, അല്ലെങ്കിൽ ഒ ബി പി എ ഇസ് എ സ്ക്വയർ. സ്ക്വയർ ആകുമ്പോൾ ഓൾ സൈഡ്സ് ഈക്വൽ അല്ലേ? അപ്പോൾ ഒ ബിയും ഒ എയും പി എയും പി ബി എല്ലാം സെയിം ആണ്. അപ്പോൾ ഒ എയും ഒ ബിയും റേഡിയസ് അല്ലേ? റേഡിയസ് ആണെന്നെടുത്താൽ പി എയും പി ബി എന്ത് തന്നെയാണ്? അപ്പോൾ പി എ ഈക്വൽ ടു പി ബി ഈക്വൽ ടു റേഡിയസ് ഓഫ് ദി സർക്കിൾ. അതാണ് സെക്കൻഡ് പാർട്ട്. തേർഡ് പാർട്ട് എന്താണ്? പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ പി ക്യു ആർ ഈസ് ഈക്വൽ ടു ഡയമീറ്റർ. ഈ ട്രയാങ്കിൾ പി ക്യു ആറിന്റെ പെരിമീറ്റർ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? 2r, ട്വൈസ് ഓഫ് ദി റേഡിയസ് ആണ്. അപ്പോൾ പെരിമീറ്റർ ഈക്വൽ ടു 2r എന്ന് പ്രൂവ് ചെയ്യണം. പെരിമീറ്റർ എന്താണെന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. പെരിമീറ്റർ ഈക്വൽ ടു പി എ പ്ലസ് പി ബി. പി എയും പി ബി എന്താണെന്നും പറഞ്ഞു. പി എയും പി ബിയും റേഡിയസിന് ഈക്വൽ ആണെന്നും പറഞ്ഞു. അപ്പോൾ ഇതിന്റെ സ്ഥാനത്ത് ആർ പ്ലസ് ആർ എന്ന് കൊടുത്താൽ പോരെ? അപ്പോൾ എന്തോന്നു? പെരിമീറ്റർ ഈസ് ഈക്വൽ ടു പി എ പ്ലസ് പി ബി. പി എ എന്ന് പറഞ്ഞാൽ ആറാണ്, പി ബി ആറാണ്. അപ്പോൾ ആർ പ്ലസ് ആർ 2r. അപ്പോൾ 2r എന്ന് പറഞ്ഞാൽ റേഡിയസിന്റെ ട്വൈസ് ആണ്, അത് ഡയമീറ്റർ. അപ്പോൾ ഈ സർക്കിളിന്റെ ഡയമീറ്ററും ഈ ട്രയാങ്കിളിന്റെ പെരിമീറ്ററിന് ഈക്വൽ ആണ്. ക്ലിയർ ആയോ പറഞ്ഞത്? അപ്പോൾ ടെക്സ്റ്റ് ബുക്കിലെ ഒരു പ്രോബ്ലം ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.